വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസിലെ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് പേജ് നമ്പർ 24ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ്സ് എ ക്വാർട്ടർ കിലോഗ്രാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ പംകിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 kg ആണ് അല്ലേ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസസ് ടുഗദർ? അങ്ങനെയാണെങ്കിൽ അത്തരം 2 കഷ്ണങ്ങളുടെ വെയിറ്റ് എത്ര? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 4 സച്ച് പീസസ്? 4 പീസുകളുടെ വെയിറ്റ് എത്ര? 6 പീസസ്. അത്തരം 6 പീസസുകളുടെ വെയിറ്റ് എത്ര? എങ്ങനെയാണ് ഉത്തരം എഴുതുന്നത് നോക്കാം. നമുക്കറിയാം 2 പീസസ് ആണെങ്കിൽ 2 × 1/4, 2 ടൈംസ് 1/4 ആണ് അല്ലേ? അപ്പൊ 2/4 അതിനെ നമ്മൾ ഡിവിസിബിൾ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1/2 kg എന്ന് കിട്ടും. ഡിവിഷൻ ചെയ്യുമ്പോൾ 1/2 kg എന്ന് കിട്ടും. ഇനി അങ്ങനത്തെ 4 പീസസ് ആണെങ്കിൽ 4 × 1/4 ആണ് അല്ലേ? 4 ടൈംസ് 1/4. അപ്പോൾ 4ഉം 4ഉം പോയി 1 kg എന്ന് ഉത്തരം കിട്ടും. 6 പീസസ് ആണെങ്കിൽ 6 × 1/4 ആണ്. അപ്പോൾ 1 × 6 6/4 എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 6/4 kg എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും ഷോർട്ടാക്കാം, 1 × 1/2 kg എന്ന് ഉത്തരം എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് 1/3 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 cups 4 cups? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു കപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് 1/3 ലിറ്റർ പാല് വേണം. അങ്ങനെയാണെങ്കിൽ 2 കപ്പുകൾ, ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 cups? 2 കപ്പ് നിറയ്ക്കാൻ എത്ര പാല് വേണം? വാട്ട് അബൌട്ട് 4 cups? അങ്ങനെയാണെങ്കിൽ 4 കപ്പുകൾ നിറയ്ക്കാൻ എത്ര വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 1/3 ലിറ്റർ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. 1/3 ലിറ്റർ. അങ്ങനെയാണ് 2 കപ്പാണെങ്കിൽ 2 × 1/3. അപ്പോൾ 1 × 2 2/3 ലിറ്റർ എന്ന് എഴുതാം. 4 കപ്പാണെങ്കിൽ 4 × 1/3. അപ്പോൾ 1 × 4 4/3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 1 എങ്ങനെയാണ്? 1/3 ലിറ്റർ എന്ന് എഴുതാം. നിങ്ങൾ 4/3 ലിറ്റർ എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. 1 × 4 4/3 ലിറ്റർ എന്ന് ഉത്തരം എഴുതിയാലും മതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the total length of 4 pieces of ribbon, each of length of 3/4 of a meter? What about 5 piece? എന്താ ചോദിച്ചേ? ഓരോ റിബണും 3/4 മീറ്റർ നീളമുണ്ട്. ഓരോ റിബണും 3/4 മീറ്റർ നീളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈച്ച് ലെങ്ത് ഓഫ് 3/4 ഓഫ് എ മീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 റിബണുകളുടെ മൊത്തം നീളം എത്ര? വാട്ട് അബൌട്ട് 5 പീസസ്? 5 റിബണുകളുടെ നീളം എത്ര? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം എഴുതാൻ നോക്കാം. റിബൺ ഓരോ പീസ് 3/4 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 പീസസ് എങ്ങനെയാണ്? 4 × 3/4. 4 ടൈംസ് എന്താണ്? 3/4 അല്ലേ? അപ്പോൾ 4 × 3/4. അപ്പോൾ 4ഉം 4ഉം പോയി. അപ്പോൾ പിന്നെ നമുക്ക് എത്ര കിട്ടി? 3 മീറ്റർ എന്ന് ഉത്തരം കിട്ടി. 5 പീസസ് ആണെങ്കിൽ 5 × 3/4. 5 ടൈംസ് 3/4 ആണ്. അപ്പോൾ 5 × 3 എന്ന് പറഞ്ഞാൽ 15. 15/4 = ഇതിനെ നമുക്ക് ഷോർട്ടാക്കുമ്പോൾ 3/4 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ടേക്സ് 1/4 hour ടു വോക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. എന്താ പറയണേ? ഒരു കളിസ്ഥലത്ത് എന്താണ് ഒരിക്കൽ ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട് 1/4 മണിക്കൂർ അവേഴ്സ് ടൈം വേണം അല്ലേ? 1/4 ടൈം വേണം ഒരു പ്രാവശ്യം ചുറ്റി നടക്കാൻ. ഒരു സ്ഥലത്തെ ഒരു പ്ലേ ഗ്രൗണ്ടിനെ ചുറ്റി നടക്കാൻ 1/4 ടൈം അവർ വേണം. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വോക്ക് 4 times അറൗണ്ട് അറ്റ് ദിസ് സ്പീഡ്? അങ്ങനെയാണെങ്കിൽ ഇതേ സ്പീഡിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര ടൈം വേണം? വാട്ട് അബൌട്ട് 7 ടൈം? അങ്ങനെയാണെങ്കിൽ 7 പ്രാവശ്യം നടക്കാൻ എത്ര ടൈം വേണം? അപ്പോൾ നമുക്കറിയാം വാക്കിംഗ് ടൈം ഒരു റൗണ്ട് 1/4 hour ആണ് എടുക്കുന്നതെങ്കിൽ 4 ടൈംസ് 4 × 1/4, അതായത് 4ഉം 4ഉം പോയി. അപ്പോൾ എത്രയാണ്? 1 hour എന്ന് ഉത്തരം കിട്ടും. ഇനി 7 ടൈംസ് ആണെങ്കിൽ 7 × 1/4 അല്ലേ? 7 ടൈംസ് 1/4 ആണ്. അപ്പോൾ 7/4 എന്ന് ഉത്തരം കിട്ടും. ഇവിടം വരെ എഴുതിയാലും മതി. അല്ലെങ്കിൽ 3/4 hours എന്ന് ഉത്തരം കിട്ടും. പേജ് നമ്പർ 25, 26 പേജുകളിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വെയിറ്റ് ഓഫ് an iron block is 1/4 kilogram. What is the total weight of such 15 blocks, 16 blocks? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള 15 ബ്ലോക്കുകളുടെ വെയിറ്റ് എത്ര? അല്ലെങ്കിൽ 16 ബ്ലോക്കുകളുടെ വെയിറ്റ് എത്ര?
അപ്പോൾ നമുക്ക് ഒന്നാമത്തെ 15 ബ്ലോക്സിൻ്റെ നോക്കാം. 15 ബ്ലോക്സിൻ്റെ എങ്ങനെ നമ്മൾ ചെയ്യും? ഇപ്പോൾ നമ്മൾ ചെയ്താണ് 15 ടൈംസ് എന്താണ് ഒരു അയൺ ബ്ലോക്കിൻ്റെ 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 ബ്ലോക്സിൻ്റെ 15 ഇൻറ്റു 1/4 എന്ന് ചെയ്താൽ മതി. ഇപ്പോൾ 1 ഇൻറ്റു 15 15 15/4 15/4 കിലോഗ്രാം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും നിങ്ങൾക്ക് മിക്സ് ഫ്രാക്ഷനാക്കി 3/4 kg എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 16 ബ്ലോക്സിൻ്റെ എത്രയാണെന്ന് നോക്കാം. 16 ബ്ലോക്സിൻ്റെ ഇങ്ങനെ തന്നെ നമുക്ക് എഴുതാം. 16 ഇൻറ്റു 1/4. ഇനി 4ൻ്റെ ടേബിൾ നമ്മൾ ചൊല്ലി നോക്കുക. 1 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 4 ആണ് 16 അല്ലേ? അപ്പോൾ നമുക്ക് 1 ഇൻറ്റു അപ്പോൾ അതായത് നമുക്ക് 16/4 എന്നാണ് കിട്ടണം. 1 ഇൻറ്റു 16 16/4 എന്നാണ് കിട്ടണം. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ്? 4 kg എന്നാണ് ഉത്തരം കിട്ടുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സം 2 meter long rods are cut into 5 pieces of equal length. What is the length of each piece? What is the total length of 4 pieces of 10 pieces? എന്താ ചോദിച്ചിരിക്കുന്നത്? 2 മീറ്റർ നീളമുള്ള ഒരു ലോങ് റോഡിനെ എത്രയായിട്ട് കട്ട് ചെയ്തു? 5 ഈക്വലായിട്ട് കട്ട് ചെയ്തു. 5 പീസ് ഈക്വലായിട്ട് കട്ട് ചെയ്തു. എത്രയാണ് റോഡിൻ്റെ നീളം? 2 മീറ്ററാണ്. ലോങ് റോഡാണ്. അതിൻ്റെ 2 മീറ്റർ നീളമാണുള്ളത്. അതിന് 5 പീസ് ഈക്വലായിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ പീസും എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ അങ്ങനത്തെ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര? 10 പീസിൻ്റെ എത്ര എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓരോ പീസും അല്ലേ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. അപ്പോൾ ഓരോ പീസും ഈച്ച് പീസ് എത്രയാണെന്ന് ഉത്തരം എഴുതണം. ഇങ്ങനെ എഴുതാം. ഈച്ച് പീസും എത്രയാണ്? 2/5 മീറ്റർ ആയിരിക്കും അല്ലേ? 2/5 മീറ്റർ. അതായത് 2 മീറ്റർ ഉള്ളതിനെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. അപ്പോൾ ഓരോ പീസും ഈച്ച് പീസും എത്രയായിരിക്കും? 2/5 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 പീസസ് എങ്ങനെയായിരിക്കും? 4 പീസസ് 4 ഇൻറ്റു 2/5 മീറ്റർ. 4 ഇൻറ്റു 2 8 8/5 മീറ്റർ. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും ചുരുക്കാം, 1 3/5 മീറ്റർ ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ 10 പീസസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് 10 പീസസ് എത്രയായിരിക്കും? 10 ഇൻറ്റു 2/5 അല്ലേ? 10 ഇൻറ്റു 2 20 20/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ൻ്റെ ടേബിളിൽ ചൊല്ലി വെക്കുക. 1 ഇൻറ്റു 5 5 4 ഇൻറ്റു 5 20. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 മീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 liters of a milk is filled in 6 bottles of the same size. How many liters of milk does each bottle hold? How many liters in 3 bottles together in 4 bottles? എന്താ ക്വസ്റ്റ്യൻ? 5 ലിറ്റർ പാല് 6 ബോട്ടിലായിട്ട് ഒരേ വലിപ്പമുള്ള 6 ബോട്ടിൽ നിറയ്ക്കുന്നു. എത്രയാണ് നിറയ്ക്കുന്നത്? 5 ലിറ്റർ മിൽക്കാണ്. 5 ലിറ്റർ പാല് 6 ബോട്ടിലായിട്ട് ഒരേ സെയിം സൈസുള്ള 6 ബോട്ടിലായിട്ട് നിറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്? ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 ബോട്ടിൽസ് ടുഗദർ? അങ്ങനെയാണെങ്കിൽ 3 ബോട്ടിലും കൂടെ കൂടിയിട്ട് എത്രയുണ്ട്? 4 ബോട്ടിലും കൂടെ കൂടി എത്രയുണ്ട്? അപ്പോൾ ഈച്ച് ബോട്ടിൽ എത്രയാണ്? നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഈച്ച് ബോട്ടിലിൽ എത്രയുണ്ട്? 5/6. 5 ലിറ്റർ പാലാണ് മൊത്തം ഉള്ളത്. 6 കുപ്പിയിലായിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ട്. 5 ലിറ്റർ ആണ്, 5/6 ലിറ്റർ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ എന്നാണ് ചോദിച്ചേക്കണേ. ഈച്ച് ബോട്ടിലും കൂടെ കൂടി 5/6 ലിറ്റർ ആണുള്ളത്. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 ബോട്ടിൽസ് ടുഗദർ? 3 ബോട്ടിലും കൂടെ കൂടിയിട്ട്. അപ്പോൾ 3 ബോട്ടിൽസിൽ എത്രയാണ്? 3 ബോട്ടിൽസിൽ എത്രയാണ്? 3 ഇൻറ്റു 5/6, അതായത് 15/6. 3 ഇൻറ്റു 5 15 ആണല്ലോ. 15/6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 ലിറ്റർ എന്ന് എഴുതാം. ഓക്കെ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. അതിൻ്റെ ഇത് സെക്കൻഡ് ആണ് കേട്ടോ, ഇത് ഫസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ 4 ബോട്ടിൽസിൽ എത്രയാണെന്നാണ്. 4 ബോട്ടിൽസിൽ 4 ഇൻറ്റു 5/6 ചെയ്താൽ മതി. ഓരോ ബോട്ടിലും 5/6 ആണ്. അപ്പോൾ 4 ഇൻറ്റു 5/6, 4 ഇൻറ്റു 5 20 20/6.
ഇങ്ങനെ എഴുതാം, ഇവിടെ എഴുതി നിർത്താം, അല്ലെങ്കിൽ 3 ലിറ്റർ എന്ന് എഴുതാം. ഇതാണ് ഉത്തരം. നെക്സ്റ്റ് പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പേജ് നമ്പർ 28ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 children. എന്താണ്? 9 ലിറ്റർ മിൽക്ക് എന്ത് ചെയ്തു? 3 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിക്കും എത്ര കിട്ടും? വാട്ട് ഇഫ് ദെയർ ആർ 4 children? അത് 4 കുട്ടികൾക്കാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ചിൽഡ്രൻസിനാണെങ്കിൽ എത്രയാണ്? 3 children ആണെങ്കിൽ 9/3. 9/3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഓരോ കുട്ടിക്കും എത്ര വെച്ച് കിട്ടും? 3 ലിറ്റർ വെച്ചിട്ട് കിട്ടും. 3 ലിറ്റർ വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 ചിൽഡ്രൻ എത്രയായിരിക്കും? 4 ചിൽഡ്രന് 9/4 ആണ് കിട്ടുക. അതായത് 9/4 എന്ന് പറഞ്ഞാൽ 2 1/4 ആണ്. 2 1/4 ലിറ്റർ ആണ്. ഇതാണ് ഉത്തരം. അപ്പോൾ 3 കുട്ടികൾക്കാണെങ്കിൽ 3 ലിറ്റർ വെച്ച് കിട്ടും. 4 ചിൽഡ്രൻ ആണെങ്കിൽ 9/4 എന്ന് വരെ നിങ്ങൾ ഉത്തരം എഴുതിയാലും മതി. അല്ലെങ്കിൽ 2 1/4 മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കിയിട്ട് 2 1/4 എന്നുള്ളതിൽ ഉത്തരം എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 6 kilogram ഓഫ് റൈസ് വാസ് പാക്ഡ് ഇൻ 5 bags ഓഫ് ദ സെയിം സൈസിലുള്ള 5 ബാഗുകളിലായിട്ട് 6 kilogram റൈസ് പാക്ക് ചെയ്യുന്നു. ഓക്കെ, 6 കിലോ അരി 5 ഒരേ വലിപ്പമുള്ള ബാഗിലായിട്ട് നിറയ്ക്കുന്നു. ഹൗ മെനി kilograms ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ്? അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര ഉണ്ടാവും? വാട്ട് ഇഫ് ഇറ്റ്സ് പാക്ഡ് ഇൻ 4 bags? 4 ബാഗുകളിലാണെങ്കിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് 5 bagsൽ എത്രയാണെന്നാണ്. 5 bagsൽ എത്രയായിരിക്കും? മൊത്തം 6 കിലോ അരിയാണുള്ളത് അല്ലേ? അപ്പോൾ 6/5 ആണ്. 6/5നെ എങ്ങനെ എഴുതും? 1/5 എന്ന് എഴുതും. 1/5 ഇവിടം വരെ എഴുതിയാലും മതി. 6/5 kg എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 4 ബാഗുകളാണെങ്കിൽ, അപ്പോൾ 4 bagsലാണെങ്കിൽ എങ്ങനെ എഴുതും? മൊത്തം 6 കിലോ അരിയാണുള്ളത്. അപ്പോൾ 6/4 അതായത് 6/4 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1/2. ഓക്കെ, 1/2 ഡിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ 7 meter long string is divided into 6 equal pieces. What is the length of each piece? What if it's divided into 3 equal pieces? എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണേ. 7 മീറ്റർ നീളമുള്ള എന്താണ് ഒരു കയർ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് 6 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. 6 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 7 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓരോ പീസിൻ്റെയും നീളം എത്ര? ഇനി അതിനെ വാട്ട് ഈഫ് ഇറ്റ് ഡിവൈഡ് ഇൻറ്റു 3 ഈക്വൽ പീസസ്? അത് ഈ 3 ഈക്വൽ പീസസ് ആക്കിയാൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 പീസസ് ആണെങ്കിൽ 6 പീസസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൊത്തം എത്രയാണ്? 7 ആണുള്ളത്. 7/6 അല്ലേ? 7/6 എന്ന് എഴുതാം. അതായത് 1/6 ലെങ്ത് മീറ്റർ ആയിരിക്കും ലെങ്ത് ഉണ്ടാവും ഓരോന്നിനും. ഓക്കെ, 1/6 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ 7/6 മീറ്റർ എന്ന് എഴുതിയാലും മതി. അടുത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ 3 പീസസ് ആക്കിയാൽ. അടുത്ത ക്വസ്റ്റ്യൻ 3 പീസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 പീസസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? മൊത്തം 7 ആണുള്ളത്. 7/3 അല്ലേ? അപ്പോൾ 7/3 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 1/3 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം.